നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിപാടികളൊക്കെ ഞങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത് അവര് വഴക്ക് പറഞ്ഞ ചെങ്ങായിമാരായില്ലേ? എപ്പോ നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ? ഇനി ദയവ് ചെയ്ത് ബട്ട് ക്യാഷ് വേണ്ട. ഞാൻ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിലോ അതൊക്കെ എന്റെ ഫ്രണ്ടാണ്. ഞാൻ എല്ലാ വർഷവും പോണാണ്. എല്ലാ വർഷവും ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യല്. ഞങ്ങളങ്ങ് ഒന്നിച്ചടാകുവേ. തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? വിശ്വാസവഞ്ചന. എന്തൊരു ചൊറിച്ചില്. നിങ്ങളിപ്പോ ഒന്നിച്ചിരിക്കുമ്പോഴേ കുറച്ച് നാളായിട്ട് ബാധിക്കാന്റെ കമന്റ് ബോക്സിൽ ബെറ്റ് ക്യാഷ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ടായിരുന്നു. ബട്ട് ക്യാഷ് അല്ല, ബട്ട് ക്യാഷ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. ബെറ്റ് ക്യാഷ്. പക്ഷെ അതിപ്പോ വീണ്ടും ഉയരുന്നുണ്ട്. വീണ്ടും ആ ഒരു ക്യാമ്പയിൻ തീർന്നിട്ടില്ല. അതിനെ കുറിച്ച് കാണാനായിട്ട് എന്താ പറയാനുള്ളത്? എന്തൊക്കെയോ പൊളിച്ച തെറികളൊക്കെ വിളിച്ച് പറയാണ്. എന്റെ അമ്മയെ കൈയും കാലും പിടിച്ച് കരഞ്ഞു കൊണ്ടുവന്നത് അയാളെ തകരാറാക്കൂ. ആവാൻ സാധ്യതയുണ്ട്. അല്ല, അത് തീർന്ന് ഞങ്ങൾ സംസാരിച്ചൊക്കെ സെറ്റായി. ഞങ്ങൾ അടുത്തൊരു പരിപാടിന്റെ പ്ലാനിങ്ങിലാണ്. താൻ എത്ര കാലം അവനെ അകത്ത് വെക്കുമെന്ന് എനിക്ക് അറിയണമല്ലോ. അവൻ ഇറങ്ങി കണക്ക് തീർത്തിട്ടേ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുള്ളൂ. താൻ അവനോട് എന്ന് പറഞ്ഞേക്ക്. അവൻ വരുന്നതും കാത്ത ഞാൻ വീടിന്റെ ഉമ്മർ തിരിപ്പുണ്ടെന്ന്. അടുത്തൊരു പടത്തിന്റെ വെറുതെ അല്ല, ജീവിക്കാനുള്ള ഓരോ തത്രപ്പാടേ. ഒരു ഹ്യൂമർ പരിപാടിയാണ്. അങ്ങനെ മെയിൻ പരിപാടി അല്ല, ഒരു കൂട്ടപരിപാടി. എന്തിനായാലും കൂലിയാണല്ലോ പ്രധാനം. കൂട്ടക്കളി തമാശ കണ്ടിട്ട് നമുക്കൊരു കൂട്ടക്കളി തമാശ കാണാം ഉടനെ തന്നെ. പാല് കൊടുത്ത് വളർത്തിയ കൈക്ക് എന്നെ കൊത്തി. എടാ പറയുന്നവര് പറയട്ടല്ല, അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. എന്തോ മൂപ്പരെ കണ്ണും മോറും കണ്ടിട്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. എന്ത് പിടുത്തം കിട്ടുന്നില്ല? ഒരു വിശ്വാസം വരില്ലാന്ന്. നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അത് നമ്മളിപ്പോഴും പോസിറ്റീവായിട്ട് എടുത്തോണ്ടിരുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല. യുദ്ധത്തിന്റെ നീതിശാസ്ത്രത്തിൽ ചതിയൊന്നൊന്നില്ല മിസ്റ്റർ ശിവൻ, തന്ത്രങ്ങളേ ഉള്ളൂ. എനിക്ക് അറിഞ്ഞൂടെ മോനെ അതിനെ പറ്റി പറയാനൊന്നും. അതെന്തൊക്കെയോ വഴിക്ക് നടക്കട്ടെ. നീ മിണ്ടരുത്. അല്ല, ഹരീഷേട്ടൻ തന്നെ ഒന്ന് ആഹ്വാനം ചെയ്യാം, നിർത്തും മതിയെന്ന്. അല്ല, അത് തീർച്ചയായിട്ടും രണ്ടുപേരും പിറുപിറുത്തത് മതി. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിപാടികളൊക്കെ ഞങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ദയവ് ചെയ്ത് ബട്ട് ക്യാഷ് വേണ്ട. അയ്യോ, ഇതെന്ത് മഹാപാപം. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ആ വിഷയം ഇവിടെ തീർന്നു. അത് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. കുറെ വെറൈറ്റി മാങ്ങകൾ കഴിച്ചു. പിന്നെ അല്ലാതെ കുറെ ചമ്മന്തിപ്പൊടി, അച്ചാറ്, ഒരു അച്ചാർ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ നല്ല രസമായിരുന്നു. തിന്നോക്കടോ, നല്ല രസമുണ്ട്. കണ്ണിമാങ്ങാച്ചാറാ, അടിപൊളി, നല്ല ടേസ്റ്റുള്ള സംഭവങ്ങൾ. അപ്പൊ ഏതായാലും ബാധിക്ക തൊട്ടടുത്തുള്ള ഒരു 16 വർഷത്തെ എക്സ്പീരിയൻസിലുള്ള ഗൈഡൻസ് കൂടെ ഉണ്ടാവുമല്ലോ ഒരു മാമ്പഴ ഫെസ്റ്റിന് വന്നു കഴിയുമ്പോ. ഇനി എനിക്ക് സംസാരിക്കുന്ന താല്പര്യം